പ്രിപ്പയർ ചെയ്യുന്നത് ഡേറ്റ്സ് കൊണ്ടിട്ടുള്ള ഒരു നല്ല അടിപൊളി സേമിയ പായസമാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പായസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലൊരു കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഷുഗർ ലിക്വിഡ് ഫോർമാറ്റിൽ കിട്ടണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കണ്ടോ, ഈ രീതിയിലൊന്ന് ലിക്വിഡ് ഫോർമാറ്റിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കിട്ടും. നല്ല രീതിയിലൊരു ലിക്വിഡ് ഫോർമാറ്റ് ആകുമ്പോൾ അതിലോട്ട് ഞാനൊരു കപ്പോളം കണ്ടൻസ് മിൽക്ക് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഈ ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരുവമാകുമ്പം 1/2 ലിറ്ററോളം ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ആ പാല് നമുക്കിതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു തിക്നെസ് ഉണ്ടാവും നമുക്ക് ഈ ഷുഗറിൻ്റെ. അതൊക്കെ പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ ആ തിക്നെസ്സൊക്കെ ഒന്ന് മാറി നല്ല ലിക്വിഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല കുറുകിയും കിട്ടും നമ്മുടെ പാലും ഷുഗറും കണ്ടൻസ് മിൽക്കും ഒക്കെ. ഞാൻ ഈ സമയത്ത് ഇവിടെ വറുത്ത 1 കപ്പോളം സേമിയ എടുത്തു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സേമിയയും പാലും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് കുറുകി നല്ല തിളച്ച് വറ്റി വരണം. കണ്ടോ, ഈ രീതിയിൽ തിളച്ച് നല്ല രീതിയിൽ വറ്റി വരണം. അപ്പോഴേ നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ചേർക്കുന്നത്. 5 ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. അതിൽ കുരു കളഞ്ഞതാണ്. 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ്. 5 ഡേറ്റ്സ് എടുത്തിട്ടുള്ളൂ, കുരു കളഞ്ഞത്. ഈ രീതിയിൽ അടിച്ചെടുത്തിട്ട് ഞാൻ നമ്മുടെ പായസത്തിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് പായസത്തിന്, നല്ല മണമൊക്കെ ആയിരിക്കും. ശേഷം നമുക്ക് നട്ട്സും റൈസിൻസും കൂടെ ഒന്ന് പൊരിച്ച് പായസത്തിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം, ഡേറ്റ്സ് കൊണ്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നതിനും വരെ ബൈ ബൈ.